ആർത്രൈറ്റിസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരിൽ കാണുന്നുണ്ട്. വളരെ കോമൺ ആയിട്ടൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള രീതിയിൽ അതിനെ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായ പെയിനും കാര്യങ്ങളും ചില സമയങ്ങളിൽ, എസ്പെഷ്യലി ഈ കാലത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം തണുപ്പ് കൂടുതലുള്ള സമയത്ത്, അല്ലെ മഴ കൂടുന്ന സമയത്ത്, അല്ലെ മാനത്ത് കാർമേഘം ഉണ്ടാവുന്ന സമയത്താണ് ഇത് കൂടുതൽ അഗ്രവേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ആയുർവേദത്തിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ആയുർവേദത്തിൽ ഞാൻ ചെറുപ്പം ഒരു 5 വയസ്സ് മുതലേ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന കസേരകയിലിരുന്ന് കേസ് കണ്ട ഒരു പരിചയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ പഠിച്ചിട്ട് വരുന്നതിനെക്കാട്ടും കൂടുതൽ സത്യത്തിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ കൊച്ചിലെ വളരെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ആ കേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന കേസുകളായിരുന്നു സന്ധിവാതവും പക്ഷാഘാതം. ഇത് രണ്ടിനുമാണ് ഏറ്റവും കൂടുതൽ. അച്ഛൻ ചെയ്തിട്ടുണ്ട്, പ്രാണായാമം വരച്ചിട്ടുണ്ട്. പ്രാണായാമം ടെറ്റനസ് അങ്ങനെയുള്ള കേസുകൾ പോലും ചെയ്ത് നല്ല റിസൾട്ടോടു കൂടി അതിശയകരമായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയാം, അങ്ങനെ ഉണ്ട്. പിന്നെ ആക്ഷേപകം അസാധ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കേസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഈ ആക്ഷേപകം എന്നൊക്കെ പറയുന്നതിൻ്റെ പാദം തന്നെയാണ്. പാദത്തിൻ്റെ വേറൊരു സ്വഭാവമാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പത്തെ കാര്യം കൂടുതൽ പറയുന്നത്. അതിന് മുമ്പാണ് ഏറ്റവും കൂടുതൽ അർദ്ദിതമൊക്കെ. ഫേഷ്യൽ പോളിസിയൊക്കെ അച്ഛൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കേസ്. അത് 3 months ആണ് എൻ്റെ കണക്ക്. 3 മാസം എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് മാറിയിരിക്കും. സന്ധിവാദം അങ്ങനെ തന്നെയാണ്. പക്ഷാഘാതം മാത്രം കുറച്ച് ടൈം എടുക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിൽസൺ ഉണ്ടായിരുന്നു. അച്ഛനും ഡോക്ടർ വിൽസണും കൂടി ഈ നാട്ടിൽ അന്ന് പക്ഷാഘാതക്കാരും കിടന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു. കാരണം അതൊരു കോമ്പിനേഷൻ ആയിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കഴിയും പറയുമ്പോൾ ഇതിനെ കൂടെ കാണിക്കാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചികിത്സിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പത്തെ കാര്യം പറയുന്നത് വളരെ ഭയങ്കര റിസൾട്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇതിലാണ് കണ്ടിട്ടുള്ളത്. സന്ധിവാദത്തിൽ ഏറ്റവും അച്ഛൻ ഭയങ്കരമായിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. അതിനകത്ത് റുമാറ്റിക് ഫീവറിലൊക്കെ ഹാർട്ടിനൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ലേ പറയുന്നത്. അച്ഛൻ ചികിത്സ ഒരൊറ്റ കേസ് പോലും അങ്ങനെ വന്നിട്ടില്ല. ഹാർട്ട് മസിലായത് കാരണം അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലേക്ക് ആ ഹാർട്ടിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്, വളരെ സിമ്പിളായിരുന്നു അച്ഛൻ്റെ സന്ധിവാദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. വളരെ ചെറിയ കഷായങ്ങൾ മാത്രം കൊടുക്കും. പക്ഷെ കാണുമ്പോൾ ഒരു കേസ് കയറി വരുന്ന അവസരത്തിൽ ആൾക്കാർ പേടിച്ചു പോകും. അന്നത്തെ അച്ഛനോടുള്ള വിശ്വാസവും ഇന്നത്തെ പോലെ അനാൽജസിക്ക് കൊടുക്കാനുള്ള ഡോക്ടേഴ്സിൻ്റെ ഇത് കുറവ് ഒരു പക്ഷെ കാണുമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തുകൊണ്ടോ ആൾക്കാർ അച്ഛനിൽ ഭയങ്കര വിശ്വാസമായിരുന്നു ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അച്ഛൻ പറയുന്നത് അതുപോലെ കേൾക്കും.